Hi everyone, welcome back to our YouTube channel. I am Marina Piradi. This is Eureka Crash Course Academy. In this video, we will study first in India. Previous year question paper എടുത്ത് നമുക്കറിയാം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിരുന്നു. അത്രമാത്രം എക്സാമിന് ചോദിക്കുന്ന റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഈ 30+ ഹോട്ട് ടോപ്പിക്സിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്തു നിന്നുള്ള സെക്കൻഡ് ടോപ്പിക്കാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഫസ്റ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഇൻ ഇന്ത്യ ആണ്. അപ്പോൾ രണ്ട് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യമേ മെയിൽ പറയും, ദെൻ ഫീമെയിൽ. ഫസ്റ്റ് ഇൻ ഇന്ത്യ, മെയിൽ. ഓക്കെ, ഫസ്റ്റ് പോയിൻ്റ്, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ, ജവഹർലാൽ നെഹ്റു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പോയിൻ്റ്, ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഫസ്റ്റ് പ്രസിഡൻറ്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഫസ്റ്റ് പ്രസിഡൻറ്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഫസ്റ്റ് പ്രസിഡൻ്റാണ്. അപ്പോൾ പ്രസിഡൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ പ്രസിഡൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ആർട്ടിക്കിളുണ്ട് പ്രസിഡൻറ്റിനെ കുറിച്ച് പറയുന്നത്. അതിനകത്ത് ആർട്ടിക്കിൾ 52. ആർട്ടിക്കിൾ 52 എന്താണ്? പ്രസിഡൻറ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. പ്രസിഡൻറ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, പ്രൈം മിനിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു. പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ പ്രൈം മിനിസ്റ്ററിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളും ഉണ്ട്. ആർട്ടിക്കിൾ 75 അതെന്താണ്? പ്രൈം മിനിസ്റ്റർ ഷാൾ ബി അപ്പോയിൻറ്റഡ് ബൈ പ്രസിഡൻറ്റ്. പ്രസിഡൻ്റാണ് പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തത്. ബാക്കിയുള്ള മിനിസ്റ്റേഴ്സിനെ എല്ലാം പ്രസിഡൻ്റാണ് അപ്പോയിൻറ്റ് ചെയ്തത്. പക്ഷേ ആരുടെ അഡ്വൈസോടുകൂടിയാണ്? പ്രൈം മിനിസ്റ്ററിൻ്റെ അഡ്വൈസോടു കൂടിയാണ്. അപ്പോൾ നമുക്കറിയാം പ്രൈം മിനിസ്റ്ററിനെ ഡിഫാക്റ്റോ ഹെഡ് എന്ന് പറയും. ഡിഫാക്റ്റോ ഹെഡ്. ആൻഡ് പ്രസിഡൻറ്റിനെ ഡിജുവർ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയും. ഡിജുവർ ഹെഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആരാണ്? നരേന്ദ്രമോദി. നമുക്കെല്ലാവർക്കും അറിയാം നരേന്ദ്രമോദി. പ്രസിഡൻ്റ് ആരാണ്? രാംനാഥ് കോവിന്ദ്. ഓക്കെ ആണല്ലോ. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. നെക്സ്റ്റ് പോയിൻ്റ്, ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ഫസ്റ്റ് പ്രസിഡൻ്റ് ആരാണ്? അതും ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ഫസ്റ്റ് പ്രസിഡൻറ്റും ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇനി എന്താണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാനും അഡോപ്റ്റ് ചെയ്യാനും കുറച്ച് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിൻ്റെ ഒരു ബോഡിയുണ്ട്. അതിനെയാണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി എന്ന് പറയുന്നത്. ഇനി എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ? 26th നവംബർ. 26th നവംബറാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. കാരണം എന്താണ്? അന്നാണ് 26th നവംബർ 1949 കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്. 26th നവംബർ 1949. പക്ഷേ അഡോപ്റ്റ് ചെയ്തെങ്കിൽ അത് ഇനാക്റ്റ് ആയതെന്നാണ് 26th ജാനുവരി 1950 ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തിട്ട് അത് ഇനാക്റ്റ് ആയത് 26th ജാനുവരി 1950 ആണ്. അതുകൊണ്ടാണ് നമ്മൾ 26th ജാനുവരി റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ടെമ്പററി പ്രസിഡൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ടെമ്പററി പ്രസിഡൻ്റ് ഉണ്ട്. അതാരാണ്? സച്ചിദാനന്ദ സിൻഹ.
സച്ചിദാനന്ദ സിൻഹ. കാരണം എന്താണ്? ഇദ്ദേഹത്തെ നമ്മൾ പ്രോട്ടം പ്രസിഡൻ്റ് എന്ന് പറയും. ഇദ്ദേഹം 2 ദിവസം മാത്രമേ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നുള്ളൂ. അതിനുശേഷം ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ പ്രസിഡൻ്റായിട്ട് കുറച്ചു കാലം നിന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ആരാണ്? ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ആണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇനി സക്കീർ ഹുസൈനെ കുറിച്ച് പറയുവാണെങ്കിൽ എന്തെങ്കിലും പോയിന്റ് അറിയാമോ? സക്കീർ ഹുസൈനെ കുറിച്ച് പറഞ്ഞാൽ ഫസ്റ്റ് പ്രസിഡന്റ് ഹു ഡൈഡ് വൈൽ ഇൻ ഓഫീസിലിരിക്കെ അന്തരിച്ച വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇനി നമുക്കറിയാം, ഓഫീസിലിരിക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്തരിച്ചു എന്ന് പറയുന്നതിന് ഡൈ ഇൻ ഓഫീസ് എന്ന് പറയുന്നൊരു ഇഡിയമുണ്ട്. ഏതാണ്? ഡൈ ഇൻ ഹാർനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷിലുള്ള ഇഡിയമാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓർക്കാൻ വേണ്ടി. വർക്ക് ചെയ്തുകൊണ്ടിരിക്കലേ മരിച്ചു പോകുന്ന എന്ന് പറയുന്നവരാണ് ഡൈ ഇൻ ഹാർനസ്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് സ്പീക്കർ ഓഫ് ലോകസഭ ആരാണ്? GV മാവലങ്കാർ ആണ് ഫസ്റ്റ് സ്പീക്കർ ഓഫ് ലോകസഭ. നമുക്കറിയാം, എക്സാമിന് ചോദിച്ചിട്ടുണ്ടാണ് ഫസ്റ്റ് സ്പീക്കർ ഓഫ് ലോകസഭ GV മാവലങ്കാർ ആണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരാണ്? ഡോക്ടർ S രാധാകൃഷ്ണനാണ്. ആരാണ്? ഡോക്ടർ S രാധാകൃഷ്ണനാണ് ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഓൾസോ ദ സെക്കൻഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും ഡോക്ടർ S രാധാകൃഷ്ണനാണ്. ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 5 എന്താണ് ഇമ്പോർട്ടൻസ്? സെപ്റ്റംബർ 5 ആണ് നമ്മൾ ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. കാരണം എന്താണ്? ഡോക്ടർ S രാധാകൃഷ്ണൻ്റെ ബർത്ത്ഡേ ആണെന്ന്. സോ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ എന്ന് പറയും. ഇനി ടീച്ചേഴ്സ് ഡേ സെപ്റ്റംബർ 5 ആണ്. അപ്പോൾ വേൾഡ് ടീച്ചേഴ്സ് ഡേ എന്നാണ്? വേൾഡ് ടീച്ചേഴ്സ് ഡേ ഒക്ടോബർ 5 ആണ്. സെപ്റ്റംബർ 5 നാഷണൽ ടീച്ചേഴ്സ് ഡേ ആണ്. വേൾഡ് ടീച്ചേഴ്സ് ഡേ ഒക്ടോബർ 5. സെയിം ഡേറ്റ് ആണ്, പക്ഷേ മന്ത് ഒരു മാസം കഴിഞ്ഞാണ്. ഓർത്ത് വെക്കാം. അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കും. ഇനി ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ഭാരത് രത്ന, അതും ആരാണ്? ഡോക്ടർ S രാധാകൃഷ്ണനാണ്. ഡോക്ടർ S രാധാകൃഷ്ണൻ തന്നെയാണ് ആദ്യമായിട്ട് ഭാരത് രത്ന കിട്ടിയിരിക്കുന്ന ഇന്ത്യൻ. ഭാരത് രത്ന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. ഭാരത് രത്ന. ഇത് അദ്ദേഹത്തിന് കിട്ടിയത് 1954 അദ്ദേഹത്തിന് ഭാരത് രത്ന കിട്ടിയിരിക്കുന്നത്. ഇത്രയും വരെ പോയിന്റ് ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം. നെക്സ്റ്റ് പോയിന്റ് ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ് അബ്ദുൽ കലാം ആസാദാണ്. ആരാണ്? അബ്ദുൽ കലാം ആസാദാണ് ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. ഇനി നെക്സ്റ്റ് ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇദ്ദേഹം തന്നെയാണ് ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ. ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയും സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? നമുക്കറിയാം, ഈ അടുത്തടുത്തൊക്കെ ഒരുപാട് ന്യൂസിനകത്തൊക്കെ ഉണ്ടായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അതെവിടെ? സ്റ്റാച്യു ഓഫ് യൂണിറ്റി നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. എവിടെയാണ്? ഗുജറാത്തിൽ. ഓക്കെ ആണല്ലോ. ഇനി ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയെ കുറിച്ച് പറയുമ്പോൾ
വേൾഡ്സ് ടോളസ്റ്റ് മോണുമെൻ്റ് ആണ്. വേൾഡ് ടോളസ്റ്റ് മോണുമെൻ്റ് ആണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. എത്രയാണ് അതിൻ്റെ ഹൈറ്റ്? 182 മീറ്റർ ആണ്. ഓൾമോസ്റ്റ് ഒരു 600 ഫീറ്റ്. 182 മീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ്. ഓക്കെ ആണല്ലോ. അത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ തന്നെ ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൽ തന്നെയാണ് വേൾഡ് ലാർജസ്റ്റ് സ്റ്റേഡിയം. ലാർജസ്റ്റ് സ്റ്റേഡിയം എവിടെയാണ്? ലാർജസ്റ്റ് സ്റ്റേഡിയം ഗുജറാത്തിൽ തന്നെയാണ്. വേൾഡ് ലാർജസ്റ്റ് സ്റ്റേഡിയം എന്താണ് അതിൻ്റെ പേര്? നരേന്ദ്രമോദി സ്റ്റേഡിയം. നരേന്ദ്രമോദി സ്റ്റേഡിയം അതും നമ്മുടെ ഗുജറാത്തിലാണ്. ഓക്കെ ആണല്ലോ. ഇനി ഗുജറാത്തിനെ കുറിച്ചുള്ള വേറെ പോയിന്റ് പറയുവാണെങ്കിൽ ഇപ്പോഴത്തെ CM ആരാണ് ഗുജറാത്തിൻ്റെ? ഗുജറാത്തിൻ്റെ CM ആരാണ്? വിജയ് രൂപാണി. ഓക്കെ ആണല്ലോ. അവിടുത്തെ ഗവർണർ ആരാണ്? ആചാര്യ ദേവറട്ട്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് CM ആൻഡ് ഗവർണറെ കുറിച്ച് നമ്മളുടെ ക്ലാസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ഓരോ ടോപ്പിക്കിനകത്ത് പറയേണ്ട പോയിന്റ് വരുമ്പോൾ നമ്മൾ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നതാണ്. ലിങ്ക് ചെയ്ത് വെച്ച് പഠിച്ചാൽ നമുക്ക് ഒരുപാട് മെമ്മറിയിലിരിക്കും. എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്കത് ഓർമ്മയിലിരുന്ന് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പോയിന്റിലേക്ക് കടക്കാം. അടുത്ത പോയിന്റ്, ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണ്? BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഫസ്റ്റ് ലോ മിനിസ്റ്റർ. അംബേദ്കർ. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് PM ഇൻ ഇന്ത്യ ഹു റിസൈൻ വിത്തൗട്ട് കംപ്ലീറ്റിംഗ് ഇസ് ഫുൾ ടൈം കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ റിസൈൻ ചെയ്ത ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആരാണ്? മൊറാർജി ദേശായി. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് പോയിന്റ് ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ നോബൽ പ്രൈസ് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ. ഓക്കെ. ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ നോബൽ പ്രൈസ്. ഇനി നോബൽ പ്രൈസിനെ കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? നോബൽ പ്രൈസ് എന്ന് തൊട്ടാണ് കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നത്? 1901 തൊട്ടാണ് കൊടുക്കാൻ തുടങ്ങിയത്. ആരുടെ അനുമതി പ്രകാരമാണ്? ആൽഫ്രഡ് നോബൽ. നോബൽ പ്രൈസ് എത്ര കാറ്റഗറിക്കുണ്ട്? നോബൽ പ്രൈസ് 5 കാറ്റഗറിക്കാണ് മെയിനായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിയോളജി ഓർ മെഡിസിൻ, ലിറ്ററേച്ചർ, ദെൻ പീസ്. അങ്ങനെ 5 കാറ്റഗറിക്കാണ് നോബൽ പ്രൈസ് ഉള്ളത്. അതിനകത്ത് പീസ് മാത്രം കൊടുക്കുന്നത് ഓസ്ലോ നോർവേയിൽ വെച്ചാണ്. ബാക്കിയല്ല. പീസ് മാത്രം കൊടുക്കുന്നത് ഓസ്ലോ നോർവേ വെച്ചാണ്. ബാക്കിയുള്ള ഈ 4 കാറ്റഗറി കൊടുക്കുന്നത് സ്റ്റോക്ക്ഹോം സ്വീഡനിൽ വെച്ചാണ്. ഓക്കെ ആണല്ലോ. ഇത്രയാണ് നോബൽ പ്രൈസിനെ കുറിച്ച് പറയാനുള്ളത്. ഈ നോബൽ പ്രൈസും അവാർഡ്സും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്കായിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. നെക്സ്റ്റ് വൺ, ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ്. ഫിസിക്സിന് നോബൽ പ്രൈസ് കിട്ടിയ ആദ്യത്തെ ആളാരാണ്? CV രാമനാണ് നോബൽ പ്രൈസ് കിട്ടിയ ഫിസിക്സിനകത്ത്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ടു റിസീവ് നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി. കെമിസ്ട്രിക്ക് കിട്ടിയ CV രാമന്, ഫിസിക്സിനാണ് നോബൽ പ്രൈസ് കിട്ടിയേക്കുന്നത്.
ഇനി കെമിസ്ട്രിക്ക് കിട്ടിയത് ആരാണ്? വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ. അദ്ദേഹത്തിനാണ് കെമിസ്ട്രിക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ഇന്ത്യൻ ബോൺ ടു ഗെറ്റ് നോബൽ പ്രൈസ് ഇൻ പീസ്. ഇനി പീസിന് കിട്ടിയേക്കുന്നത് ആർക്കാണ്? കൈലാഷ് സത്യാർത്ഥിക്കാണ് നോബൽ പ്രൈസ് പീസിന് കിട്ടിയത്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഫസ്റ്റ് പേഴ്സൺ ടു റിസീവ് നോബൽ പ്രൈസ് ഇൻ എക്കണോമിക്സ്. എക്കണോമിക്സിന് കിട്ടിയേക്കുന്ന ആർക്കാണ്? അമർത്യാസെനാണ് എക്കണോമിക്സിന് കിട്ടിയേക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് നോബൽ പ്രൈസ് ഇൻ എക്കണോമിക്സ് അമർത്യാസെൻ, ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മളിവിടെ പറയുന്ന ഓരോ പോയിന്റും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഓരോ പോയിന്റും ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം. ഇനി ഫസ്റ്റ് പേഴ്സൺ ഹു റിസീവ് നോബൽ പ്രൈസ് ഇൻ മെഡിസിന് കിട്ടിയേക്കുന്ന ആളാരാണ്? ഒരാളും കൂടി നോബൽ പ്രൈസിനകത്തുണ്ട്. മെഡിസിന് കിട്ടിയേക്കുന്ന ഹർഗോബിന്ദ് ഖുറാനയ്ക്കാണ് മെഡിസിന് കിട്ടിയേക്കുന്നത്. ഓക്കെ ആണല്ലോ. മെഡിസിന് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ആരാണ്? ഹർഗോബിന്ദ് ഖുറാന. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് INC ആരാണ്? WC ബാനർജിയാണ് ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് INC. ഇനി INCയെ കുറിച്ച് പറയുവാണെങ്കിൽ INC എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഓക്കെ ആണല്ലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് എന്നാണ് ഫോം ആയത്? 28 ഡിസംബർ 1885 28 ഡിസംബർ 1885 ഫോം ആയത്. അത് ആരാണ് അതിൻ്റെ ഫൗണ്ടർ? A.O. ഹ്യൂമാണ് ഫൗണ്ടർ ഓഫ് INC. A.O. ഹ്യൂമാണ്. ഇനി ഫസ്റ്റ് മീറ്റിംഗ് എവിടെയായിരുന്നു? ഫസ്റ്റ് മീറ്റിംഗ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ് ബോംബെ വെച്ചായിരുന്നു. ആദ്യമേ പൂനെ വെച്ചായിരുന്നു. പക്ഷെ അവിടെ പ്ലേഗ് കാരണം അത് എങ്ങോട്ടേക്ക് മാറ്റി? ബോംബെയിലേക്ക് മാറ്റി. അപ്പോൾ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് ബോംബെയിലാണ്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് INCയുടെ ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ആരാണ്? ബദ്രുദ്ദീൻ തയാബ്ജി ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് INC. ഏത് സെക്ഷനിലാണ്? മദ്രാസ് സെക്ഷനിൽ വെച്ചായിരുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഫസ്റ്റ് ഫോറിൻ പ്രസിഡന്റ് ഓഫ് INC ആരാണ്? ജോർജ് യൂൾ. ഫസ്റ്റ് ഫോറിൻ പ്രസിഡന്റ് ഓഫ് INC ആരാണ്? ജോർജ് യൂൾ. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? ലോർഡ് വില്യം ബെൻഡിക്കാണ് ഫസ്റ്റ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഒരു റിഫോംസ് ആണ്. എന്താണ്? അബോളിഷൻ ഓഫ് സതി. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് ബ്രിട്ടീഷ് വൈസ്രോയി ഓഫ് ഇന്ത്യ ആരാണ്? ലോർഡ് ക്യാനിങ് ആണ് ഫസ്റ്റ് ബ്രിട്ടീഷ് വൈസ്രോയി ഓഫ് ഇന്ത്യ. ഓക്കെ ആണല്ലോ.
ഇനി നെക്സ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഫ്രീ ഇന്ത്യ. ഫ്രീ ഇന്ത്യയിലെ ഫസ്റ്റ് ഗവർണർ ജനറൽ ആരാണ്? ലോർഡ് മൗണ്ട് ബാറ്റൺ. ലോർഡ് മൗണ്ട് ബാറ്റൺ. ഇനി ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ഇന്ത്യൻ ടു ബി ദ ഗവർണർ ജനറൽ ഓഫ് ഫ്രീ ഇന്ത്യ ആരാണ്? സി രാജഗോപാലാചാരി. സി രാജഗോപാലാചാരി. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇന്ത്യൻ ടു ബി ദ ഗവർണർ ജനറൽ ഓഫ് ഫ്രീ ഇന്ത്യ ആണ് സി രാജഗോപാലാചാരി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ഇന്ത്യൻ ടു ജോയിൻ ഇന്ത്യൻ സിവിൽ സർവീസ്. ഇന്ത്യൻ സിവിൽ സർവീസ് ജോയിൻ ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ ആരാണ്? ഡോക്ടർ സത്യേന്ദ്രനാഥ് ടാഗോർ. ഡോക്ടർ സത്യേന്ദ്രനാഥ് ടാഗോർ ആണ് ഫസ്റ്റ് ഇന്ത്യൻ ടു ജോയിൻ സിവിൽ സർവീസ്. ഇനി സിവിൽ സർവീസിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഫാദർ ഓഫ് സിവിൽ സർവീസ്. ഫാദർ ഓഫ് സിവിൽ സർവീസ് ആരാണ്? നിങ്ങൾക്കറിയാമോ? ഫാദർ ഓഫ് സിവിൽ സർവീസ് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ലോർഡ് കോൺവാലിസ്. ഫാദർ ഓഫ് സിവിൽ സർവീസ് ആണ് ലോർഡ് കോൺവാലിസ്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് പോയിന്റ്, നിങ്ങൾ കൂടെ എഴുതി പോകണം കേട്ടോ, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ എടുത്ത് പഠിപ്പിക്കുന്നത്. ഇനി അടുത്ത് ഇന്ത്യാസ് ഫസ്റ്റ് മാൻ ഇൻ സ്പേസ്. സ്പേസിൽ പോയ ആദ്യത്തെ ഇന്ത്യയിലെ മാൻ ആരാണ്? രാകേഷ് ശർമ്മ. ആരാണ്? രാകേഷ് ശർമ്മ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പോയിന്റ്, ഫസ്റ്റ് മാൻ ടു ക്ലൈം മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ് ക്ലൈം ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ ആരാണ്? ഔദർ സിംഗ് ചീമ. ആരാണ്? ഔദർ സിംഗ് ചീമ. ഫസ്റ്റ് ഇന്ത്യൻ മാൻ ടു ക്ലൈം മൗണ്ട് എവറസ്റ്റ്. ഓക്കെ. അടുത്ത ഫസ്റ്റ് പേഴ്സൺ ടു റീച്ച് മൗണ്ട് എവറസ്റ്റ് വിത്തൗട്ട് ഓക്സിജൻ. ഓക്സിജൻ സപ്ലിമെൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ ഇല്ലാതെ ആദ്യമായിട്ട് മൗണ്ട് എവറസ്റ്റ് പോയ ആരാണ്? ഷെർപ്പ ഫുദോർജി. ആരാണ്? ഷെർപ്പ ഫുദോർജി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പോയിന്റ്, ഇത് ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ദ ഫസ്റ്റ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്. ആർമി സ്റ്റാഫിൻ്റെ ഫസ്റ്റ് ചീഫ് ആരാണ്? എം രാജേന്ദ്ര സിംഗ്. എം രാജേന്ദ്ര സിംഗ് ആണ് ഫസ്റ്റ് ചീഫ് ഓഫ് ആർമി. ഫസ്റ്റ് ചീഫ്. ഓക്കെ ആണല്ലോ. ആർമി. ഇനി ഫസ്റ്റ് കമാൻഡർ ഇൻ ചീഫ് ഓഫ് ഇന്ത്യൻ ആർമി ആരാണ്? ജനറൽ KM കരിയപ്പ. ഫസ്റ്റ് കമാൻഡർ ഇൻ ചീഫ് ഓഫ് ഇന്ത്യൻ ആർമി ജനറൽ KM കരിയപ്പ. ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ നമുക്കറിയാം, ഇന്ത്യൻ ആർമിയുടെ എന്നാണ്? ഇന്ത്യൻ ആർമിയുടെ ജനുവരി 15 ഇന്ത്യൻ ആർമിയുടെ ജാനുവരി 15. ഓക്കെ ആണല്ലോ. അതെന്താണ്? ഈ ജനറൽ KM കരിയപ്പ ആർമിക്ക് അത് ജോയിൻ ചെയ്ത ഡേ ആണ്. അതാണ് നമ്മൾ ഈ ജനുവരി 15 ഇന്ത്യൻ ആർമി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണെങ്കിലും മറന്നുപോയത്, നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഡേയ്സും അതിൻ്റെ തീംസും അടങ്ങുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ പോയിൻ്റായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ ഓർത്തിരിക്കുന്നതുകൊണ്ട് പറഞ്ഞു പോയാണ്. നമ്മൾ പറയുന്ന ഓരോ പോയിൻറ്റും ഓരോ ക്വസ്റ്റ്യൻസാണ്, അത് മറന്നുപോലും നിങ്ങൾ. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ഫീൽഡ് മാർഷൽ ഓഫ് ഇന്ത്യ. ഫസ്റ്റ് ഫീൽഡ് മാർഷൽ ഓഫ് ഇന്ത്യ ആരാണ്? SHF മനീക്ഷയാണ്. SHF മനീഷയാണ് ഫസ്റ്റ് ഫീൽഡ് മാർഷൽ ഓഫ് ഇന്ത്യൻ ആർമി. ഫീൽഡ് മാർഷൽ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് റാങ്ക് ഇൻ ഇന്ത്യൻ ആർമിയാണ്. ഫീൽഡ് മാർഷൽ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് റാങ്ക് ഇൻ ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിക്കകത്തെ ഹയസ്റ്റ് റാങ്കാണ് ഫീൽഡ് മാർഷൽ. എബോവ് ജനറലിൻ്റെ തൊട്ട് മുകളിലുള്ള റാങ്കാണ് ഫീൽഡ് മാർഷൽ. അപ്പോൾ ഫസ്റ്റ്
ഫീൽഡ് മാർഷൽ ഓഫ് ഇന്ത്യ എസ് എച്ച് മനീക്ഷയാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഫസ്റ്റ് അത് എത്രയും പറഞ്ഞു. ഇനി നമുക്കറിയാം ഇത്രയും കാര്യം പറഞ്ഞു. ഇനി ഇപ്പോഴത്തെ ചീഫ് ഓഫ് ഇന്ത്യൻ ആർമി ആരാണ്? അത് കറണ്ട് അഫേഴ്സിനകത്ത് റെലവൻ്റായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ചീഫ് ഓഫ് ആർമി നമ്മൾ പറഞ്ഞു. അത് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇപ്പോഴത്തെ ആരാന്നും കൂടെ അറിയണ്ടേ. ഇപ്പോഴത്തെ ആരാണ്? മനോജ് മുകുന്ദ് നർവാനെയാണ് കറണ്ട് ചീഫ് ഓഫ് ഇന്ത്യൻ ആർമി. കറണ്ട് ചീഫ് ആരാണ്? മനോജ് മുകുന്ദ് നർവാനെ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കറണ്ട് ചീഫ് ഓഫ് ഇന്ത്യൻ ആർമി ആരാണ്? മനോജ് മുകുന്ദ് നർവാനെ. ഇനി ആർമിയെക്കുറിച്ച് പഠിച്ചു. ഇനി അടുത്ത് നമുക്ക് നേവിയെക്കുറിച്ച് പഠിക്കാം. ഓക്കെ, ദ ഫസ്റ്റ് ഇന്ത്യൻ നേവി ചീഫ് ആരാണ്? ഫസ്റ്റ് ഇന്ത്യൻ നേവി ചീഫ് അഡ്മിറൽ രാംദാസ് കഥാരി. ഫസ്റ്റ് ഇന്ത്യൻ നേവൽ ചീഫ് ആണ് അഡ്മിറൽ രാംദാസ് കഥാരി. ഇനി നേവിയെക്കുറിച്ച് പഠിച്ച സ്ഥിതിക്ക് ഇന്ത്യൻ നേവിയുടെ എന്നാന്ന് അറിയണ്ടേ? ഇന്ത്യൻ നേവിയുടെ ഡിസംബർ 5 ഡിസംബർ 5 ആണ് ഇന്ത്യൻ നേവിയുടെ. ഇനി ഇപ്പോഴത്തെ കറണ്ട് നേവി ചീഫ് ആരാണ്? അഡ്മിറൽ കരംബീർ സിംഗ് ആണ് കറണ്ട് നേവി ചീഫ്. അഡ്മിറൽ കരംബീർ സിംഗ് ആണ് കറണ്ട് ചീഫ് ഓഫ് നേവി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് എയറിൻ്റെ പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് എയറിൻ്റെ കാര്യമാണ്. ഫസ്റ്റ് ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ആരാണ്? മാർഷൽ സർ തോമസ് എൽംഹിസ്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഫസ്റ്റ് ഇന്ത്യൻ എയർ ചീഫ് ആരാണ്? ഫസ്റ്റ് ഇന്ത്യൻ എയർ ചീഫ് എസ് മുഖർജിയാണ് ഫസ്റ്റ് ഇന്ത്യൻ എയർ ചീഫ്. അപ്പോൾ ഇനി കറണ്ട് എയർ ചീഫ് ആരാണ്? ഇപ്പോഴത്തെ എയർ ചീഫ് ആരാണ്? കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. കറണ്ട് അഫേഴ്സിനകത്തൊക്കെ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കറണ്ട് എയർ ചീഫ് ഓഫ് ഇന്ത്യ എന്ന് ചോദിക്കും. ആരാണ്? രാകേഷ് സിംഗ് ഭദൂരിയാണ് കറണ്ട് ചീഫ് ഓഫ് എയർ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് ഭാരത് രത്ന. ഞാൻ പറഞ്ഞു ആദ്യമേ, ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് ഭാരത് രത്ന ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് ഭാരത് രത്ന. ഭാരത് രത്ന എന്താണ്? ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓഫ് ഇന്ത്യ ആണ് ഭാരത് രത്ന. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ഇന്ത്യൻ ടു ക്രോസ് ഇംഗ്ലീഷ് ചാനൽ ആരാണ്? മിഹിർ സെൻ. നെക്സ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് ജ്ഞാനപീഠ അവാർഡ് ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ജ്ഞാനപീഠ് അവാർഡ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ 56th ജ്ഞാനപീഠ് അവാർഡും പബ്ലിഷ് ചെയ്തു. ജ്ഞാനപീഠ് അവാർഡ് ആർക്കാണ്? 56th ജ്ഞാനപീഠ് അവാർഡ് 2021 ആർക്കാണ് കിട്ടിയത്? സഞ്ജയ് സൂരിക്കാണ് കിട്ടിയത്. 56th ജ്ഞാനപീഠ് അവാർഡ് 2021 കിട്ടിയത് സഞ്ജയ് സൂരിക്കാണ്. അദ്ദേഹത്തിൻ്റെ ഏത് നോവലിനാണ്? എ ഗാന്ധിയൻ അഫയേഴ്സ്, ഇന്ത്യാസ് ക്യൂരിയസ്
പോർട്ടൽ ലവ് ഇൻ സിനിമ. ഇതിനാണ് അദ്ദേഹത്തിന് 56th ജ്ഞാനപീഠ അവാർഡ് കിട്ടിയത്. ഇനി 55th ജ്ഞാനപീഠ അവാർഡ് കിട്ടി ആർക്കാണ്? 55th. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം കറണ്ട് അഫേഴ്സിന് ചോദിക്കും. 55th ആർക്കായിരുന്നു? അക്കിത്തത്തിനാണ് കിട്ടിയത് 56th ജ്ഞാനപീഠ അവാർഡ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ, കാരണം ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇപ്പോൾ TCS എക്സാം നടത്തുന്നതുകൊണ്ട് ഫസ്റ്റ് ഇൻ ഇന്ത്യ എന്നുള്ള ടോപ്പിക്കിനകത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അല്ലാതെ നേരെ ഡയറക്റ്റായിട്ടൊന്നും ചോദിക്കുകയൊന്നുമല്ല. നെക്സ്റ്റ് വൺ, ഫസ്റ്റ് ഇന്ത്യൻ ജഡ്ജ് ഓഫ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആരാണ്? ഡോക്ടർ നാഗേന്ദ്ര സിംഗ് ആണ് ഫസ്റ്റ് ഇന്ത്യൻ ജഡ്ജ് ഓഫ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഓക്കെ ആണല്ലോ. അടുത്ത ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ആരാണ്? ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഹീരാലാൽ കനിയാണ് ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്. ഇനി സുപ്രീം കോർട്ടിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക്, ഇനി സുപ്രീം കോർട്ട് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 26th January 1950 ന്യൂഡൽഹിയിലാണ് സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് ഇന്ത്യൻ പൈലറ്റ് ആരാണ്? ആദ്യത്തെ JRD ടാറ്റ. നമുക്ക് എല്ലാവർക്കും അറിയാം JRD ടാറ്റയാണ് ഫസ്റ്റ് ഇന്ത്യൻ പൈലറ്റ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പോയിന്റ്, ഫസ്റ്റ് പേഴ്സൺ ടു റിസീവ് പരമവീർ ചക്ര കിട്ടിയ ആദ്യത്തെ ഇന്ത്യൻ ആരാണ്? ആദ്യത്തെ? മേജർ സോമനാഥ് ശർമ്മയാണ്. ആരാണ്? മേജർ സോമനാഥ് ശർമ്മയാണ് ആദ്യത്തെ പരമവീർ ചക്ര കിട്ടിയേക്കുന്നത്. പരമവീർ ചക്ര എന്ന് പറഞ്ഞാൽ ഇന്ത്യസ് ഹയസ്റ്റ് ഗാലൻട്രി അവാർഡാണ് പരമവീർ ചക്ര. ഹയസ്റ്റ് ഗാലൻട്രി അവാർഡാണ് പരമവീർ ചക്ര. അത് കിട്ടിയ ആദ്യത്തെ ഇന്ത്യൻ ആരാണ്? മേജർ സോമനാഥ് ശർമ്മയാണ്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ. എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ്. ഇപ്പോഴത്തെ അപ്പോൾ ആരാണ്? സുശീൽ ചന്ദ്ര. ആരാണ്? സുശീൽ ചന്ദ്ര. കറണ്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സുശീൽ ചന്ദ്രയാണ്. ഓക്കെ ആണല്ലോ. 25th ജാനുവരി എന്നാണ് ആ ഡേയുടെ ഇമ്പോർട്ടൻറ്റ്? നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. 26th ജാനുവരി എന്താണ്? നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. കാരണം എന്താണ്? 25th ജാനുവരി 1950 ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. 25th ജാനുവരി 1950 ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ 25th ജാനുവരിയെ നമ്മൾ എല്ലാ വർഷവും നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ആർട്ടിക്കിൾ 324 എന്താണ് പറയുന്നത്? പവർ ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ
പവറിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 324. കാരണം നമ്മളൊരു ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പോയിന്റ് റിലേറ്റഡ് ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെമ്മറിയിൽ ഇരിക്കണം. ഓക്കെയാണ്. നമ്മൾ എല്ലാ ക്ലാസ്സും ഇങ്ങനെയായിരിക്കും എടുക്കുന്നത്. ഒരു ടോപ്പിക്ക് പറഞ്ഞ് അതുമായിട്ട് ലിങ്ക് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കവർ ചെയ്യും. അപ്പോൾ അത്രമാത്രം നിങ്ങൾ എന്താണ് ഈ ക്ലാസ് അത് അത്രമാത്രം ഇമ്പോർട്ടൻസോടുകൂടി നിങ്ങളിത് കാണണം. ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് പേഴ്സൺ ടു റിസീവ് രാമൻ മാഗ്സസെ അവാർഡ്. രാമൻ മാഗ്സസെ അവാർഡ് കിട്ടിയ ഫസ്റ്റ് പേഴ്സൺ ആരാണ്? ആചാര്യ വിനോബ ഭാവെ. ആചാര്യ വിനോബ ഭാവെയാണ് ഫസ്റ്റ് പേഴ്സൺ ടു റിസീവ് രാമൻ മാഗ്സസെ അവാർഡ്. ഇനി രാമൻ മാഗ്സസെ അവാർഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ രാമൻ മാഗ്സസെ അവാർഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഏഷ്യാസ് നോബൽ എന്നറിയപ്പെടുന്നത് ഈ രാമൻ മാഗ്സസെ അവാർഡാണ്. ഹയസ്റ്റ് അവാർഡ് ഇൻ ഏഷ്യ ഇതെല്ലാം എന്താണ്? രാമൻ മാഗ്സസെ അവാർഡാണ്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ചൈനീസ് ട്രാവലർ ടു വിസിറ്റ് ഇന്ത്യ ആരാണ്? ഫഹീനാണ് ഫസ്റ്റ് ചൈനീസ് ട്രാവലർ ടു വിസിറ്റ് ഇന്ത്യ. ആരുടെ സമയത്താണ്? ചന്ദ്രഗുപ്ത 2. ചന്ദ്രഗുപ്ത 2വിന് ഒരു നിക്നെയിം ഉണ്ട്. എന്താണ്? വിക്രമാദിത്യ. നമ്മളെല്ലാവരും വിക്രമാദിത്യൻ്റെ വേതാളത്തിൻ്റെ ഒക്കെ കഥകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രഗുപ്ത 2വിൻ്റെ സമയത്ത് വന്ന ആദ്യത്തെ ചൈനീസ് ട്രാവലറാണ് ഫഹീൻ. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്? നെക്സ്റ്റ് പോയിൻ്റാണ് ഫസ്റ്റ് ഗവർണർ ഓഫ് RBI. RBIയുടെ ഫസ്റ്റ് ഗവർണർ ആരാണ്? ഓസ്ബോൺ സ്മിത്ത്. ഫസ്റ്റ് ഗവർണർ ഓഫ് RBI ആരാണ്? ഓസ്ബോൺ സ്മിത്ത് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി RBIയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. RBI എന്നാണ് എക്സ്റ്റാബ്ലിഷ് ചെയ്തത്? 1 ഏപ്രിൽ 1935. 1 ഏപ്രിൽ 1935ലാണ് RBI എക്സ്റ്റാബ്ലിഷ് ചെയ്തത്. ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ കാരണം? ഹിൽട്ടണിയൻ കമ്മീഷൻ. റെക്കമെൻഡേഷൻ ഓഫ് ഹിൽട്ടണിയൻ കമ്മീഷനാണ്. ഇനി RBI എന്നാണ് നാഷണലൈസ്ഡ് ആയത്? എക്സ്റ്റാബ്ലിഷ് ചെയ്തത് 1 ഏപ്രിൽ 1935 ആണ്. ഇനി നാഷണലൈസ് ചെയ്തത് എന്നാണ്? 1 ജാനുവരി 1949. 1 ജാനുവരി 1949ലാണ് RBI നാഷണലൈസ് ചെയ്തത്. ഇനി ഇപ്പോഴത്തെ കറണ്ട് RBI ഗവർണർ ആരാണ്? ശക്തികാന്ത് ദാസ്. കറണ്ട് RBI ഗവർണർ ശക്തികാന്ത് ദാസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് ഇൻ ഇന്ത്യക്കകത്തെ മെയിൽ കാറ്റഗറി. ഇനി നമുക്ക് നെക്സ്റ്റ് ഫീമെയിലിനെ കുറിച്ച് പഠിക്കാം. അതും ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും മെയിലിനെ കുറിച്ച് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഫീമെയിലിനെ കുറിച്ച് പറയാം. ഓക്കെ ആണല്ലോ. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഇൻ ഇന്ത്യ ഫീമെയിൽ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വുമൺ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആരാണ്? പ്രതിഭ പാട്ടേൽ. ഫസ്റ്റ് വുമൺ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ പ്രതിഭ പാട്ടേലാണ്. നെക്സ്റ്റ് ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണ്? ഇന്ദിരാഗാന്ധി. ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണ്? ഇന്ദിരാഗാന്ധി.
ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഗെറ്റ് ഭാരത് രത്ന, ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഗെറ്റ് ഭാരത് രത്നയും കൂടെ ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? ഇന്ദിരാഗാന്ധിക്ക് തന്നെയാണ്. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻഡ് ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് ഭാരത് രത്നയും ഇന്ദിരാഗാന്ധി തന്നെയാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ഗവർണർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഫസ്റ്റ് ഗവർണർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ ആദ്യത്തെ ഗവർണർ ആരാണ്? സരോജിനി നായിഡു. ഫസ്റ്റ് ഗവർണർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് സരോജിനി നായിഡു ആണ്. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ഇന്ത്യൻ പ്രസിഡൻറ്റ് ഓഫ് INC. ഫസ്റ്റ് ഇന്ത്യൻ പ്രസിഡൻറ്റ് ഓഫ് INC ആരാണ്? ഫസ്റ്റ് ഇന്ത്യൻ പ്രസിഡൻറ്റ് ഓഫ് INC അതും ആരാണ്? സരോജിനി നായിഡു ആണ്. ഫസ്റ്റ് ഇന്ത്യൻ പ്രസിഡൻറ്റ് ഓഫ് INC സരോജിനി നായിഡു. ഇൻ സരോജിനി നായിഡുവിനെ നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്നും കൂടെ അറിയപ്പെടും. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് പോയിന്റ്, എന്താണ്? ഫസ്റ്റ് വുമൺ റൂളർ ഓഫ് ഡൽഹി ത്രോൺ. ഡൽഹി ത്രോണിൻ്റെ ഫസ്റ്റ് വുമൺ റൂളർ ആരാണ്? റസിയ സുൽത്താനയാണ് ഫസ്റ്റ് വുമൺ റൂളർ ഓഫ് ഡൽഹി ത്രോണിൻ്റെ ഫസ്റ്റ് വുമൺ. ഓക്കെ. ഇത് ആരുടെ മകളാണ്? ഇൽത്തുമിഷിൻ്റെ ഡോട്ടറാണ്. ഏത് ഡൈനാസ്റ്റിയാണ്? സ്ലേവ് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ്? കുത്ബുദ്ദീൻ ഐബക്ക്. റിയൽ ഫൗണ്ടർ ആരാണ്? ഇൽത്തുമിഷ് തന്നെയാണ്. റിയൽ ഫൗണ്ടർ ഓഫ് സ്ലേവ് ഡൈനാസ്റ്റി ഇൽത്തുമിഷ് ആൻഡ് ഫൗണ്ടർ ഓഫ് സ്ലേവ് ഡൈനാസ്റ്റി കുത്ബുദ്ദീൻ ഐബക്ക് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഫസ്റ്റ് വുമൺ IPS ഓഫീസർ. ഫസ്റ്റ് വുമൺ IPS ഓഫീസർ ആരാണ്? കിരൺ ബേദി. ഫസ്റ്റ് വുമൺ IPS ഓഫീസറാണ് കിരൺ ബേദി. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് വുമൺ ചീഫ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഫസ്റ്റ് വുമൺ ചീഫ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ആരാണ്? സുജേത കൃപാലിനിയാണ്. ഏത് സ്റ്റേറ്റിൻ്റെ ആയിരുന്നു? ഉത്തർപ്രദേശിൻ്റെ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള വുമണാണ് സുജേത കൃപാലിനി. ഇനി ഉത്തർപ്രദേശിനെ കുറിച്ച് പറയുവാണെങ്കിൽ അവിടുത്തെ CM ആരാണ്? യോഗി ആദിത്യനാഥാണ് CM. ഗവർണർ ആരാണ്? ആനന്ദിബെൻ പട്ടേൽ. വേറൊരു സ്റ്റേറ്റിൻ്റെ കൂടെ ഗവർണറാണ്. ഏതിൻ്റെയാണ്? മധ്യപ്രദേശ് സ്റ്റേറ്റിൻ്റെയും ഉത്തർപ്രദേശിൻ്റെയും ഗവർണറും ആനന്ദിബെൻ പട്ടേൽ തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഇനി ഉത്തർപ്രദേശിൻ്റെ ആദ്യത്തെ നെയിം ഇതല്ലായിരുന്നു. എന്തായിരുന്നു? യുണൈറ്റഡ് പ്രൊവിൻസസ് എന്നായിരുന്നു ആദ്യത്തെ നെയിം. അത് റീനെയിം ചെയ്താണ് ഉത്തർപ്രദേശ് എന്നായത്. എന്ന് ജനുവരി 1950 യുണൈറ്റഡ് പ്രൊവിൻസസ് ആയിരുന്ന ഉത്തർപ്രദേശ് എന്നുള്ളതിനെ നമ്മൾ റീനെയിം ചെയ്താണ്. യുണൈറ്റഡ് പ്രൊവിൻസസ് ആയിരുന്ന ആദ്യത്തെ നെയിം, അത് റീനെയിം ചെയ്താണ് ഉത്തർപ്രദേശ് എന്നായത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് കടക്കാം. അടുത്ത ഫസ്റ്റ് വുമൺ യൂണിയൻ മിനിസ്റ്റർ ആരാണ്? രാജ്കുമാരി അമൃത് കൗർ. ഫസ്റ്റ് വുമൺ യൂണിയൻ മിനിസ്റ്റർ. നെക്സ്റ്റ് വൺ, ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്റർനാഷണൽ കോൺഗ്രസ്. INCയുടെ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ആരാണ്? ആനി ബെസന്റ്.
ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് INC ആരാണ്? ആനി ബസന്റ്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് ആരായിരുന്നു? ഞാൻ പറഞ്ഞു, ആരായിരുന്നു? സരോജിനി നായിഡു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പോയിന്റ്, ഫസ്റ്റ് വുമൺ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. ഫസ്റ്റ് വുമൺ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ആരാണ്? ഫസ്റ്റ് വുമൺ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ടാണ് ഫാത്തിമ ബീവി. ഫസ്റ്റ് വുമൺ ജഡ്ജ്. ഇനി ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ഉണ്ട്. ആരാണ്? ലീല സേത്ത്. തിരിഞ്ഞു പോവല്ല, പരീക്ഷയ്ക്ക് 2 ഓപ്ഷനും തന്നിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഫസ്റ്റ് വുമൺ ജഡ്ജ് ഓഫ് ഇന്ത്യ ആരാണ്? ഫാത്തിമ ബീവിയാണ്. ഇനി ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ആരാണ്? ലീല സേത്ത്. ചീഫ് ജസ്റ്റിസ് തിരിഞ്ഞു പോകില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് വുമൺ ടു ഗെറ്റ് അശോക് ചക്ര. അശോക് ചക്ര കിട്ടിയ ആദ്യത്തെ വുമൺ ആരാണ്? നീർജ ബാനോട്ടാണ് അശോക് ചക്ര കിട്ടിയ ആദ്യത്തെ വുമൺ. അശോക് ചക്ര എന്താണ്? ഹയസ്റ്റ് ഗാലൻട്രി അവാർഡ് ഫോർ ബ്രേവറിക്ക് കിട്ടുന്ന ഹയസ്റ്റ് അവാർഡാണ് അശോക് ചക്ര. പോസ്റ്റ് ഹ്യൂമസ്ലി ആണ് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഈ നീർജ ബാനോട്ട് വളരെ ഫേമസ് ആണ്. എന്താണ്? കറാച്ചി വെച്ച് പ്ലെയിൻ ഹൈജാക്ക് ചെയ്തപ്പോഴാണ് ഈ നീർജ ബാനോട്ട് അന്തരിക്കുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ഇന്ത്യൻ വുമൺ അംബാസഡർ അറ്റ് യുണൈറ്റഡ് നേഷൻ്റെ ആദ്യത്തെ ഇന്ത്യൻ അംബാസഡർ ആരാണ്? വിജയലക്ഷ്മി പണ്ഡിതാണ് അംബാസഡർ. ഇപ്പോഴത്തെ കറണ്ട് അംബാസഡർ ടു UN ആരാണ്? TS തിരുമൂർത്തിയാണ് കറണ്ട് അംബാസിഡർ ടു UN. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു സിംഗ് അക്രോസ് ഇംഗ്ലീഷ് ചാനൽ ആരാണ്? ആരതി സാഹ. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു സിംഗ് അക്രോസ് ഇംഗ്ലീഷ് ചാനൽ ആരാണ്? ആരതി സാഹ. നെക്സ്റ്റ് പോയിന്റ് എന്താ? ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഗെറ്റ് നോബൽ പ്രൈസ് ആർക്കാണ് കിട്ടിയേക്കുന്നത്? മദർ തെരേസ. നോബൽ പ്രൈസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, അതുകൊണ്ട് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ അത് ഓർത്ത് വെക്കണം. അത് പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ക്ലൈം മൗണ്ട് എവറസ്റ്റിൽ ആദ്യമായിട്ട് ക്ലൈംബ് ചെയ്ത ഇന്ത്യൻ വുമൺ ആരാണ്? ബചേന്ദ്രി പാലാണ് ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ക്ലൈം മൗണ്ട് എവറസ്റ്റ്. ഇനി ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ക്ലൈം മൗണ്ട് എവറസ്റ്റ് ട്വൈസ് 2 വട്ടം കയറിയത് ആരാണ്? സന്തോഷ് യാദവ്. തെറ്റിപ്പോലെ സന്തോഷ് യാദവ് ആണ് 2 വട്ടം കയറിയത്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ക്ലൈം മൗണ്ട് എവറസ്റ്റ് ബചേന്ദ്രി പാൽ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം. ഓക്കെ, അടുത്ത ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ബിക്കം മിസ് വേൾഡ് ആരാണ്? റീത്ത ഫറിയ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ബിക്കം മിസ് യൂണിവേഴ്സ് ആരാണ്? സുസ്മിത സെൻ. ഇത് CGL-ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ മിസ് വേൾഡ് ആരാണ്? സുസ്മിത സെൻ. ഓക്കെ ആണല്ലോ. ഇനി ഇപ്പം കുറച്ച് ദിവസം മുന്നേ വന്നു മിസ് യൂണിവേഴ്സ് 2020 ആരാണ്? ആൻഡ്രിയ മെസ. എവിടുത്തെയാണ്? ഫ്രം മെക്സിക്കോ. മിസ് യൂണിവേഴ്സ്
2021 മിസ് യൂണിവേഴ്സ് 2021 ആരാണ്? ആൻഡ്രിയ മെസ്സയാണ്, മെക്സിക്കോക്കാരിയാണ്. ഓക്കെ ആണല്ലോ. ഇത് ഓർത്ത് വെക്കണം, കാരണം കറണ്ട് അഫേഴ്സ് ആണ്, നമുക്ക് ചോദിക്കും. TCS ആയതുകൊണ്ട് എക്സാമിന് കറണ്ട് അഫേഴ്സും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കണം. നമ്മൾ കറണ്ട് അഫേഴ്സിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് എന്താണ്? ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ WTA ടൈറ്റിൽ. WTA ടൈറ്റിൽ കിട്ടിയ ആദ്യത്തെ ഇന്ത്യൻ വുമൺ ആരാണ്? സാനിയ മിർസ. WTA എന്ന് പറഞ്ഞാൽ എന്താണ്? വുമൺസ് ടെന്നീസ് അസോസിയേഷൻ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പോയിന്റ്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ എയർലൈൻ പൈലറ്റ് ദുർഗ ബാനർജി. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ബുക്കർ പ്രൈസ്. ആർക്കാണ്? അരുന്ധതി റോയ്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ബുക്കർ പ്രൈസ് അരുന്ധതി റോയ്. ഏത് ബുക്കിനാണ് കിട്ടിയത്? ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അരുന്ധതി റോയുടെ ഫസ്റ്റ് നോവലായ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനാണ് 1997 ബുക്കർ പ്രൈസ് കിട്ടിയേക്കുന്നത്. നമ്മൾ ബുക്സ് ആൻഡ് ഓതേഴ്സിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്, എൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഓതേഴ്സിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്സും അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ റെലവൻ്റ് ആയതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഗോ ഇൻ ടു സ്പേസ് കൽപ്പന ചൗള. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഗോ ഇൻ ടു സ്പേസ് കൽപ്പന ചൗള. നെക്സ്റ്റ് പോയിന്റ്. ഫസ്റ്റ് വുമൺ ടു ഗെറ്റ് ജ്ഞാനപീഠ് അവാർഡ് ആരാണ്? ആശാ പൂർണ്ണദേവി. ഫസ്റ്റ് മെൻ ആരായിരുന്നു? ഞാൻ പറഞ്ഞിരുന്നു, ജി ശങ്കരപൂർ. കറണ്ട് കിട്ടിയേക്കുന്ന ആരാണ്? സഞ്ജയ് സൂരി. ഇതൊക്കെ ഞാൻ മുന്നേ ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്. ഓക്കെ. നെക്സ്റ്റ് വൺ. ഫസ്റ്റ് വുമൺ മ്യൂസിഷ്യൻ ടു ഗെറ്റ് ഭാരത് രത്ന ആർക്കാണ്? MS സുബ്ബുലക്ഷ്മി. ഫസ്റ്റ് വുമൺ മ്യൂസിഷ്യൻ ടു ഗെറ്റ് ഭാരത് രത്ന MS സുബ്ബുലക്ഷ്മി. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് വുമൺ പൈലറ്റ് ഇൻ ഇന്ത്യൻ എയർഫോഴ്സ് ആരാണ്? ഹരിത കൗർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പോയിന്റ്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ഒളിമ്പിക് മെഡൽ ആർക്കാണ്? കർണം മല്ലേശ്വരി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കറണ്ട് അഫേഴ്സിന് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഗെറ്റ് ഒളിമ്പിക്സ് അവാർഡ് ആർക്കാണ്? കർണം മല്ലേശ്വരി. ഈ കർണം മല്ലേശ്വരി ആരാണ്? വെയ്റ്റ് ലിഫ്റ്റർ ആണ്. ഓക്കെ ആണല്ലോ. ഇനി കർണം മല്ലേശ്വരിയുടെ കാറ്റഗറി ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ഏത് കാറ്റഗറിക്കാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വെയ്റ്റ് ലിഫ്റ്റർ ആണ്. ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അടുത്ത ഫസ്റ്റ് വുമൺ ലഫ്റ്റനൻറ്റ് ജനറൽ ആരാണ്? പുനിത അറോറ. ഫസ്റ്റ് വുമൺ ലഫ്റ്റനൻറ്റ് ജനറൽ ആരാണ്? പുനിത അറോറ. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ഇൻ ഇന്ത്യ മെയിൽ ആൻഡ് ഫീമെയിൽ 2019, 2020 SSC, CGL, CHSL, MTS എന്നീ എക്സാമുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാറ്റിക് പാർട്ടിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.